ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയാനാട്ടോ വന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു. നാളെ മേലൊക്കെ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് വേണമല്ലോ നമുക്ക്. നിങ്ങളും കൂടി ഒരു തെളിവ് വേണമല്ലോ. അപ്പോൾ ഞാൻ എന്തും നടക്കുമ്പോൾ നിങ്ങളുമായിട്ടല്ലേ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ. ഭയങ്കര സങ്കടമായി എനിക്ക്. കാരണം എന്താ, അവർ ആളധികമാണ്, വീട് മാറി എന്ന് പറഞ്ഞു. ഞങ്ങളിത് മാറാമെന്നും പറഞ്ഞു. എന്നാൽ അഡ്വാൻസ് തരിയെന്ന് പറഞ്ഞപ്പോൾ 2 വട്ടമായിട്ട് അഡ്വാൻസ് തരാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. ഞങ്ങളത് പിടുത്തം വിട്ടു. അതിൻ്റെ മകൻ നല്ല ഡീസൻ്റാണ്, അതുപോലെ വന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. പക്ഷേ അതിൻ്റെ അമ്മ ഉണ്ടല്ലോ ഭയങ്കര സാധനം കേട്ടോ. വീട് തന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, വൃത്തിയുണ്ടോ അതുണ്ടോ ഇത് വന്ന് കഴിഞ്ഞ് പിറുപിറു പറയാണ്ട് പോവുകയില്ല കേട്ടോ. അങ്ങനെ ഞാൻ 17 കൊല്ലം വാടകയ്ക്ക് ഇരുന്നു. ഇതുപോലൊരു സ്ത്രീനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഒരു അത്ഭുതത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയും അതിൻ്റെ ഒരു വീടും. പക്ഷെ നമ്മൾ കുറ്റം പറയുകയല്ല, അങ്ങനെ കേട്ടോ കാട്ടിക്കൂട്ടുന്നത്. ഇന്ന് വന്ന് ഇവിടെ നല്ല ബഹളം ഉണ്ടാക്കി. അത് ഉണ്ടാക്കുക മാത്രമല്ല, എൻ്റെ ഉമ്മാനി ഇപ്പാനി ഞങ്ങളെ ഒക്കെ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം, വന്ന സീന് നിങ്ങൾക്കും കൂടി കാണണമല്ലോ. പക്ഷെ മുഖം ഞാൻ അധികം ഇതാക്കണില്ല. അപ്പോൾ ഇവിടെ ഞാൻ വെക്കാം കേട്ടോ ആ ഫോട്ടോ. ഇന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയണേ, ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ചെയ്യും. എൻ്റെ വീട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയണില്ല നിങ്ങൾക്ക് ഞാൻ എത്ര നീറ്റാക്കിയിട്ടാണ് ഞാൻ എല്ലാവിടെയും ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബാത്റൂമൊക്കെ തന്ന പോലെ തന്നെ തരും, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത്ര ദിവസം നിങ്ങൾക്ക് വാടക തെറ്റാണ്ട് തന്നെയല്ലേ തന്നിട്ടുള്ളത്, അതിനനുസരിച്ച് നമുക്ക് ഇരിക്കും വേണ്ടേ. പിന്നെ ഉമ്മാനി ഇപ്പാനി വന്ന് നോക്കിയിട്ട് പറയാണ്, ഇത് ജില്ലാ ആശുപത്രി അത്ര കട്ടിലും അതിനനുസരിച്ച് കട്ടിലും തൊട്ടിട്ട് ഇരിക്കുകയാണ്, ജില്ലാശുപത്രിയാണ്, പേവാടാണ്, ജില്ലാശുപത്രി പോലെയാണ് അത്ര എന്നൊക്കെ പറയുമ്പോൾ ആർക്കും സങ്കടം വരാണ്ടിരിക്കുക. ഉമ്മാനി ഇപ്പാനി നമ്മുടെ മുമ്പിൽ കുറ്റം പറയുമ്പോൾ. അതുമാത്രമല്ല അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് പോകാൻ ഇടമില്ലാത്തത് കൊണ്ടല്ലേ അവർ നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഉമ്മ ചത്തട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് പറയാൻ ന്യായമല്ലേ, ഞാനല്ലേ ഇരുന്നത്, ഞാനല്ലേ എഗ്രിമെൻ്റ് അടിച്ചു. എഗ്രിമെൻറ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും 4 മക്കളും ഭർത്താവും ഉണ്ടാവും എന്നാണ്. പിന്നെ ഉമ്മ ഇടക്കിടക്ക് വന്ന് പോകും, ഇടക്കിടക്ക് വന്നു പോകുമ്പോൾ 2 ദിവസം നിൽക്കും. പിന്നെ ഉമ്മമാർ മക്കളുടെ അടുത്തല്ലാണ്ട് ആരുടെ അടുത്താണ് നിൽക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എഗ്രിമെൻ്റ് അടിച്ചത്. അപ്പോൾ അവർ ആന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ പറയണത് അച്ഛനും അമ്മയൊന്നും ഇതിൽ വരുന്നു പറഞ്ഞിട്ടില്ലല്ലോ, എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ ഒരേ ഇതിപ്പോൾ ഞങ്ങൾ ഒരേ വക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് തന്നോ, ഞങ്ങൾ പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ വക്കാണത്തിന് വരുന്നത് ഞങ്ങളുടെ അടുത്ത്. അഡ്വാൻസ് 2 വട്ടമായിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് മകൻ പോയി. പിന്നെ ഈ സ്ത്രീ എന്തിന് നമ്മുടെ അടുത്ത് വക്കാണത്തിന് വരുന്നത്? നമ്മളെന്താ വൃത്തിവെടുപ്പും ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വീട് വന്ന് നോക്കിയാൽ അറിയില്ല പളിച്ചിട്ട് എങ്ങനെ കിടക്കണം എന്നുള്ളത്. ഞാൻ എപ്പോഴും അടിച്ച് വാരി തുടച്ച്, ചൂട് കാരണം നമുക്ക് പെയ്യെങ്കിലും ഞാൻ അയ്മാനെ പേടിച്ചിട്ട് എല്ലാവരും ചുറ്റും ഞാൻ അടിച്ചു വാരും. വീഡിയോയിൽ കാണിക്കില്ല എന്ന് തന്നെ ഉള്ളൂ. ഞാൻ എല്ലാവരും അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ ഇത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടാട്ടോ വീഡിയോ ഇട്ടത്.